ഈ മുടി അങ്ങനെ എങ്ങനെ വളർത്തുന്നത്? ഇതിന്റെ പുറകിലുള്ള രഹസ്യം എന്താ? രഹസ്യമൊന്നുമില്ല, വെളിച്ചെണ്ണയുടെ രഹസ്യം. ഞാനും വെളിച്ചെണ്ണയൊക്കെ തേക്കാറുണ്ട്. ആ കയ്യിന് 3 ഡെയിലി ഞാൻ വാഷ് ചെയ്യും, മുടി ക്ലീൻ ആയിട്ട് വെക്കാൻ ശ്രമിക്കും. അതില്ലാന്നാണോ പറഞ്ഞത്? അങ്ങനെയല്ല കേട്ടോ, ഞാൻ സത്യമായിട്ട് കുളിക്കാറുണ്ട്. അല്ല, ഇങ്ങനെ എപ്പോഴും വീണയുടെ ഒരു ഭയങ്കര ഐഡന്റിറ്റി അല്ലേ ഈ മുടി എന്ന് പറയുന്നത്? ഐഡന്റിറ്റിയാണ് മുടി അല്ലേ? ആദ്യം തൊട്ട് പണ്ട് തൊട്ടേ ഇങ്ങനെയായിരുന്നു? പണ്ട് തൊട്ട് സ്കൂള് പഠിക്കുമ്പോ തൊട്ടേ എനിക്ക് 8ാം ക്ലാസ് വരെ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ വളർത്താൻ തുടങ്ങിയപ്പോൾ തൊട്ട് മുടി ഉണ്ട്. എന്തായിരുന്നു അങ്ങനെ വളർത്താൻ തോന്നിയത്? കാര്യം എന്തായിരുന്നു? വെറുതെ നല്ല തിക്കായിരുന്നു മുടി. അപ്പോ ചുമ്മാ അത് വളർന്നു വന്നപ്പോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി, എനിക്കും ഭയങ്കര ഇഷ്ടമായി. അപ്പൊ വളർത്തുന്നു. ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നു. ഇനിയിപ്പോ അറിയില്ല, നാളെ എന്തെങ്കിലും ഒരു വേറെ ക്യാരക്ടർ വന്നു കഴിഞ്ഞാൽ ചിലപ്പോ വെട്ടേണ്ടി വരുമായിരിക്കും. അതിനൊക്കെ ഓക്കെയാണ്? അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും അല്ലേ? മുടി വളർന്ന സാധനമല്ലേ. അതെ അല്ലേ? ബോബ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാലും കൂളാണ്. കുഴപ്പമില്ല. ഓ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലേ? ചേട്ടൻ മെർച്ചന്റ് നേവിയില്, അച്ഛൻ കസ്റ്റംസ് ഓഫീസർ. അപ്പൊ സിനിമ എന്നൊക്കെ പറയാം. ഒബ്വിയസ്ലി മോള് സിവിൽ സർവീസ് പാത്ത് എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോ വീട്ടുകാരെല്ലാരും സെറ്റിൽഡ് ആണ്, പ്രശ്നങ്ങളൊന്നുമില്ല. പെട്ടെന്ന് ഒരു ദിവസം സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും വേണോ എന്ന് ചോദിച്ചോ? ഇല്ല, എന്നോട് അങ്ങനെ ചോദിക്കില്ല. അതെന്ത്? കാരണം അവർക്ക് അറിയാം ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതാണ് ഞാൻ ചെയ്യാം. പണ്ടോട്ടേ റിബലായിരുന്നോ? അതെ, പണ്ടോട്ടേ അങ്ങനെയാ. റിബൽ കുട്ടിയായിരുന്നോ? വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ഈ റിബലിസം കൊണ്ടുവന്നിട്ടുള്ളത്? എല്ലാത്തിനും. അതായത് എനിക്ക് തോന്നുന്നു ഒരു 10ാം ക്ലാസ് 12ാം ക്ലാസ് വരെ ഞാൻ ഭയങ്കര ഷൈ, ആരോടും മിണ്ടൂല, പുറത്തേക്ക് ഇറങ്ങില്ല, അങ്ങനത്തെ ഒരു കുട്ടിയായിരുന്നു. അതായത് വീട്ടില് അങ്ങനെ ആയിരുന്നു, എവിടെയും പോകാൻ പാടില്ല. ഒരു 12ാം ക്ലാസ് കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി ഒരു ബോംബെ കുട്ടിക്ക് അങ്ങനെ ഞങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയായിരുന്നു. പക്ഷെ 12ാം ക്ലാസ് കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി, പക്ഷെ ഞാനിത് എന്താ എന്റെ ലൈഫ് വെച്ച് ചെയ്യുന്നത്, എങ്ങോട്ടും പോകുന്നില്ല, ഒന്നും ആരോടെങ്കിലും മിണ്ടാൻ പേടി, എവിടെയെങ്കിലും പോയി സംസാരിക്കാൻ പേടി. അപ്പൊ തൊട്ട് പിന്നെ ഞാൻ റിപ്ലൈ പിന്നെ അമ്മയോട് പറഞ്ഞു, അമ്മ എന്റെ ലൈഫ് എന്റെ ലൈഫാണ്, എന്റെ ജീവിതം എന്റെ തീരുമാനങ്ങളാണ്. അങ്ങനെ ഡയലോഗ് ഇല്ലേ? പിന്നെ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് അതാണ്. അതായത് നമുക്ക് ഇഷ്ടമുള്ള കാര്യം നമ്മൾ ചെയ്യാം, മറ്റുള്ളവർക്ക് ഉപദ്രവം ഇല്ലാത്തതാണ്. ഓക്കെ, നമുക്ക് എന്ത് ഇഷ്ടമുള്ളത് നമുക്ക് ഈ ലോകത്ത് ചെയ്യാം, വേറെ ഒരാളെ ഉപദ്രവിക്കാണ്ട്. അപ്പോ നമ്മൾ ആസ് ചിൽഡ്രൻ നമ്മളുടെ ഡ്യൂട്ടി ടുവേർഡ്സ് പാരന്റ്സ് ഇസ് ദാറ്റ് നമ്മൾ അവരെ നന്നായി നോക്കുക, അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുക, അവരെ നന്നായി നോക്കുക. ഇതാണ് നമ്മുടെ ഡ്യൂട്ടി. അതാണ്ട് അവര് പറഞ്ഞനുസരിച്ച് നമ്മളുടെ കരിയർ കൊണ്ടുപോകാനും അവര് പറയുന്നതനുസരിച്ച് കല്യാണം കഴിക്കാനും അല്ല നമ്മള്. അത് നമ്മുടെ ലൈഫാണ്. നോട്ട് ദ പോയിന്റ്. ഓക്കേ, ഞാൻ അതിലേക്ക് വരാം. എനിക്ക് കിഡ്സ് ഉണ്ടായി കഴിഞ്ഞാൽ എനിക്ക് അവരുടെ ഇഷ്ടത്തിന് ജീവിക്കുന്നതാണ് എനിക്കിഷ്ടം. അല്ല, അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് അമ്മ ഞെട്ടിയോ? 10+2 കാര്യം വന്ന് പറയാണ് എന്റെ ജീവിതം എന്റെ ജീവിതമാണ് എന്നൊക്കെ ആദ്യം ചെറിയ ഞെട്ടലുണ്ടാവും. പക്ഷെ ഇപ്പൊ ആക്സെപ്റ്റ് ചെയ്തു, കുറച്ചായിട്ട് അത് ആക്സെപ്റ്റ് ചെയ്തു. അമ്മയ്ക്ക് അറിയാം ഞാൻ എന്ത് ചെയ്താലും അത് കറക്റ്റ് ആയിരിക്കും. വളരെ ഓപ്പൺ മൈൻഡഡ് ആണോ വീണ? അതെ, ആണ്.